യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അന്ത്രയോസ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? എങ്ങനെ ശുശ്രൂഷകൾ ചെയ്തു എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. അന്ത്രയോസ് ഗലീലയിലെ ബെത്സൈദയിൽ ജനിച്ചു. അന്ത്രയോസ് എന്നതിന് ശക്തനായ പുരുഷൻ എന്നാണ് അർത്ഥം. അന്ത്രയോസിന്റെ പേര് സുവിശേഷത്തിൽ 2-ാം സ്ഥാനത്താണ് വരുന്നത്. യോനായുടെ മകനും വിശുദ്ധ പത്രോസിന്റെ സഹോദരനുമായിരുന്നു ഇദ്ദേഹം. പത്രോസിനെ പോലെ അന്ത്രയോസും ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. യേശുവിനെ കാണുന്നതിനു മുൻപ് അദ്ദേഹം സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചതു മുതൽ അന്ത്രയോസ് യേശുവിനെ പിന്തുടർന്നു. ചരിത്ര അധ്യാപകന്മാർ അദ്ദേഹം നല്ല പൊക്കമുള്ളവനാണെന്നും അധികം സംസാരിക്കാത്തവനാണെന്നും പറയുന്നു. അന്ത്രയോസിന് കല്യാണം കഴിഞ്ഞുവെന്നോ കുഞ്ഞുങ്ങൾ ഉണ്ടോ എന്നോ എന്നും വ്യക്തമല്ല. എന്നാൽ ചില ചരിത്രകാരന്മാർ ഇദ്ദേഹം കല്യാണം കഴിച്ചതായി പറയപ്പെടുന്നു. യേശുവിന്റെ ആദ്യ ശിഷ്യൻ അന്ത്രയോസ് ആയിരുന്നു. എന്നാൽ അദ്ദേഹം അതിൽ അഹങ്കരിച്ചിരുന്നില്ല. തന്നെക്കാൾ യേശു പത്രോസിനെ ഉയർത്തി. എന്നാൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അസൂയയോ കയ്പോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാ ശിഷ്യന്മാരോടും കൂടെ സ്നേഹത്തോടെ അദ്ദേഹം ഇടപഴകി. ഒരിക്കൽ യേശു തിബരിയ കടൽ തീരത്ത് വന്നപ്പോൾ അവിടെ വലിയ ജനക്കൂട്ടമുണ്ടായി. അപ്പോൾ യേശു പീലിപ്പോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവർക്ക് കഴിപ്പാൻ ഭക്ഷണം എവിടെ നിന്ന് വാങ്ങും എന്ന് ചോദിച്ചു. അപ്പോൾ അന്ത്രയോസ്, യേശുവേ, ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്നു പറഞ്ഞു. അവൻ ആ കുട്ടിയെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്നു. കൂടാതെ ബൈബിളിൽ വിവരിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നിലും അന്ത്രയോസ് യേശുവിനൊപ്പം കാണപ്പെട്ടു. പുതിയ നിയമത്തിൽ ഏതാണ്ട് 12 സ്ഥലത്ത് അന്ത്രയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. വരൂ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അന്ത്രയോസും ഉണ്ടായിരുന്നു. യേശുവിന്റെ മരണശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്ത്രയോസ് ജെറുസലേമിൽ പത്രോസിനൊപ്പമായിരുന്നു താമസിച്ചത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആരൊക്കെ ഏതൊക്കെ ദേശങ്ങളിൽ പോകണമെന്ന് നറുക്കിട്ടപ്പോൾ അന്ത്രയോസിന് സിദിയ എന്ന ദേശത്തു പോകുവാൻ നറുക്കുവീണെന്ന് പറയുന്നു. അക്കാലത്ത് സിദിയ ദേശം മരുഭൂമിയായിരുന്നു. അവിടെയുള്ളവർ ക്രൂരന്മാരുമായിരുന്നു. ഇന്ന് സിദിയ റഷ്യയുടെ ഭാഗമായ ജോർജിയ എന്ന് വിളിക്കപ്പെടുന്നു. സിദിയ മാത്രമല്ലാതെ കപഡേഷ്യ, ഗലാത്യ, ബിത്തീനിയ, ഏഷ്യ മൈനർ എന്നീ ദേശങ്ങളിൽ സുവിശേഷവുമായി ചെന്നു എന്ന് ചരിത്ര അധ്യാപകനായ യുസാഫിസ് പറയുന്നു. 3-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിക്കോമോദിയ എന്ന ദേശത്ത് അദ്ദേഹം മെത്രാന്മാരെ നിയോഗിച്ചതായി പറയുന്നു. അന്ത്രയോസ് ആഗായ എന്ന സ്ഥലത്ത് ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അനേകരെ രക്ഷയിലേക്ക് നടത്തി. പിന്നീട് ഗ്രീസിലുള്ള പത്രാസ് എന്ന സ്ഥലത്ത് വന്നു. അവിടെ അന്ത്രയാസിന്റെ പ്രസംഗങ്ങൾ പത്രസിലെ ഗവർണറായ എജിയസിനെ അലോസരപ്പെടുത്തി. ഗവർണറുടെ ഭാര്യ മാക്സിമില്ലയെയും സഹോദരനെയും അന്ത്രയോസ് മാനസാന്തരപ്പെടുത്തിയതാണ് ഗവർണറെ പ്രകോപിച്ചത്. ഒടുവിൽ ഗവർണർ അന്ത്രയാസിനെ വിളിപ്പിക്കുകയും ക്രിസ്തുവിനെക്കുറിച്ച് വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നെ ഗവർണർ അന്ത്രയോസിനോട് പറഞ്ഞു, നോക്കൂ, ക്രിസ്തുവിനെയും ക്രിസ്തുവത്തെയും വിട്ടുകള. നിനക്ക് ഞാൻ ഒരവസരം തരാം. യേശുവിനെ എല്ലാവരുടെ മുൻപിൽ തള്ളിപ്പറയുക. എന്നാൽ നിന്നെ ഞാൻ ജീവനോടെ വിട്ടേക്കാം. ഇല്ലേൽ നിന്നെ ഞാൻ ഉപദ്രവിച്ച് തൂക്കിക്കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി. അതിന് അന്ത്രയോസ് ഇങ്ങനെ മറുപടി നൽകി, ജീവൻ പോയാലും ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയുകയില്ല. ഉടനെ തന്നെ അന്ത്രയോസിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ 7 തവണ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും അതിനുശേഷം ഇപ്പോഴെങ്കിലും യേശുവിനെ തള്ളിപ്പറയുക എന്ന് ചോദിച്ചു. അതിന് അന്ത്രയോസ്, ജീവൻ പോയാലും ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയില്ല എന്ന് ഉറച്ചു നിന്നു. ഒടുവിൽ പ്രായം ചെന്ന ആൾ എന്നുപോലും നോക്കാതെ എക്സ് ആകൃതിയിലുള്ള ക്രൂശിൽ ക്രൂശിക്കുവാൻ കൽപ്പിച്ചു. ക്രൂശിക്കുന്നതിന് മുമ്പ് അന്ത്രയോസ് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം ഈ ലോകത്തിനായി കുരിശിൽ തന്റെ രക്തം നൽകി. ഞാനും അങ്ങനെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഗവർണർക്ക് ദേഷ്യം ഇരച്ചുകയറി. അതുകൊണ്ട് എക്സ് ആകൃതിയിലുള്ള കുരിശിൽ ആണി കൊണ്ടടിക്കാതെ കയറുകൊണ്ട് ബന്ധിക്കാനും കുറച്ചു കുറച്ചായി വേദന കൊണ്ട് മരിക്കട്ടെ എന്നും ഗവർണർ കൽപ്പിച്ചു. അന്ത്രയോസ് 2 ദിവസം ജീവനോടെ ആ കുരിശിൽ കിടന്നു. തന്റെ മരണത്തെ കാണുവാൻ വന്ന ആൾക്കാരോട് യേശുവിനെ കുറിച്ച് ഉപദേശിച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹം ഇങ്ങനെ വേദനിക്കുന്നത് കണ്ട് നാട്ടുകാർ അന്ത്രയോസിനെ രക്ഷിക്കാൻ നോക്കി. എന്നാൽ അന്ത്രയോസ് അതിന് സമ്മതിച്ചില്ല. അന്ത്രയോസ് സ്വർഗത്തിലേക്ക് നോക്കി, യേശുവേ, ഞാനും അങ്ങേപ്പോലെ മരിക്കുവാൻ കൃപ തന്നതിനാൽ നന്ദി എന്ന് പ്രാർത്ഥിച്ച്
2 ദിവസത്തിന് ശേഷം അദ്ദേഹം തന്റെ പ്രാണനെ വെടിഞ്ഞു. ഇദ്ദേഹം AD 70 നവംബർ 30 മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ഇന്നത്തെ സ്കോട്ട്ലാൻഡിന്റെയും ഗ്രീസിന്റെയും റഷ്യയുടെയും പതാകകളിലും ചിഹ്നങ്ങളിലും ഈ X കുരിശ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാധാരണ ഗലീലിക്കാരൻ തന്റെ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ ഒരു ജീവിത കഥയാണിത്.